സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയോ സുപ്രീം കോടതി ഉത്തരവെന്നാണ് സൂപ്പർ പ്രൈം അടുത്തായി ചർച്ച ചെയ്യുന്നത്. ടൂറിസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ കടകംപള്ളി, ടൂറിസം മേഖലയ്ക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടാകും ഇതുവഴി എന്നാണ്? അല്ല, നമുക്കെല്ലാവർക്കും ഊഹിക്കാൻ കഴിയുന്ന കാര്യം മാത്രമല്ലേ ഉള്ളൂ. യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയുടെ വിധി ടൂറിസം മേഖലയെ വലിയ തോതിൽ ബാധിക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുന്ന വിദേശ ടൂറിസ്റ്റുകളുടെ കാര്യം മാത്രമല്ല, ആഭ്യന്തര ടൂറിസം രംഗത്തെയും ഇത് ബാധിക്കുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷക്കാലത്തെ കണക്ക് തന്നെ എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ വർഷങ്ങളായി നടന്നു വരുന്നതായിട്ടുള്ള പല യോഗങ്ങൾ, മീറ്റിങ്ങുകൾ, സെമിനാറുകൾ, ഇതൊക്കെ തന്നെ മാറ്റിവെച്ചതായിട്ടുള്ള അനുഭവം കാണാൻ പറ്റും. പുതിയ സാഹചര്യം എന്ന് പറയുന്നത് നേരത്തെ UDFന്റെ മദ്യനയവുമായി ബന്ധപ്പെട്ടുണ്ടായ പോലത്തെ സാഹചര്യമല്ലല്ലോ. അന്നത്തെ വാദഗതികൾ ഇന്നും നിരത്തണോ? കാരണം ഇതിപ്പോ കേരളത്തിൽ മാത്രമല്ല ബാധകം. ഇപ്പൊ ഗോവ ടൂറിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. കേരളത്തെക്കാൾ എത്രയോ അവിടെ ഇപ്പോ ഇത് ബാധിക്കാൻ പോകുന്നു. അപ്പൊ ഇതൊരു പൊതു സാഹചര്യമല്ലേ? അല്ല, പൊതുവായിട്ടുള്ള സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണല്ലോ നമുക്ക് നോക്കാനുള്ളത്. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ ബാധിക്കുകയാണ്. നമ്മുടെ തൊഴിലില്ലായ്മ പെരുകാൻ ഇടയുണ്ട്. പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും ഉള്ള ഹോട്ടലുകൾ, അതിന്റെ ചുറ്റുപാടുമുള്ള സാധാരണ ജനങ്ങൾ, അവിടുത്തെ ഓട്ടോറിക്ഷ, ടാക്സി ഓടിച്ച് ജീവിക്കുന്ന ആളുകൾ, ഇങ്ങനെ വിവിധ വിഭാഗം ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കാൻ പോവുകയാണ്. KTDC പോലുള്ള നമ്മുടെ സംസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെയും അത് ബാധിക്കും. നിരവധി ആളുകൾക്ക് തൊഴിലില്ലാതെ വരുന്നതായിട്ടുള്ള സ്ഥിതി ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്. ഇതൊക്കെ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സമാനമായ നിലപാട് നിങ്ങൾ 96-ൽ ഈ ചാരായ നിരോധനം വന്നപ്പോഴും ഉന്നയിക്കുകയുണ്ടായി. തൊഴിൽ മേഖലയിലെ പ്രതിസന്ധി, ഉള്ള കൃത്യമായ തൊഴിൽ ആ മേഖലയിലുള്ളവർക്ക് നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നൊരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അന്ന് ആ തൊഴിലാളികളും അന്നത്തെ അബ്കാരികളും ഈ PF എന്ന നിലയിൽ അടച്ച 18 കോടി ഉണ്ട്. ആ 18 കോടി 18 വർഷമായി അത് കിട്ടുന്നതിന് വേണ്ടി ഈ സമരസമിതി രംഗത്ത് ഇത്രയും വർഷമായി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാറി മാറി വന്ന സർക്കാരുകൾ ആ പണം എവിടെ എന്ന് പോലും കണ്ടെത്താൻ കഴിയാത്ത നിവൃത്തികേട് പ്രകടിപ്പിക്കുന്നുവെന്ന്. അപ്പോൾ ഇതാണ് നിങ്ങളുടെയൊക്കെ ഈ പറയുന്ന തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നതിനെ പറ്റിയുള്ള വ്യാകുലത. ഞാൻ പഴയ ചാരായ നിരോധനത്തിന്റെ പ്രശ്നമല്ല ഞാൻ പറഞ്ഞത്. അല്ലല്ല, തൊഴിൽ നഷ്ടത്തിന്റെ കാര്യം പറയുമ്പോൾ സർക്കാർ തന്നെ നോട്ടക്കാരനായിരിക്കുന്ന ഈ PF പണം അതെവിടെ പോയി? അത് കിട്ടാൻ വേണ്ടി 18 കൊല്ലം സമരം ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞത് ടൂറിസം മേഖലയിൽ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകാൻ വേണ്ടി പോകുന്നതായിട്ടുള്ള തിരിച്ചടിയെ സംബന്ധിച്ചാണ്. ചാരായ നിരോധനവും അതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീ തോമസ് ഐസക്കിന് ഖജനാവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അഭിപ്രായം പറയും, മറ്റൊന്നിലും പറയില്ല. ശ്രീ കടകംപള്ളി ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മാത്രം അഭിപ്രായം പറയും. ടൂറിസം മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ശരിയാണ് സാർ, സർക്കാരിന്റെ ഭാഗമാണ്. എന്നോട് ചോദിച്ചത് അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഞാനത് മദ്യനിരോധനവും അതുമായി ബന്ധപ്പെട്ട സ്വാഭാവികമായി ഈ സുപ്രീം കോടതിയുടെ വിധി ടൂറിസത്തെ ബാധിക്കുമെന്നല്ലാതെ അദ്ദേഹത്തിനൊന്നും പറയാൻ പറ്റില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്വമാണ്, ബാധ്യതയാണ്. അതുപോലെ മന്ത്രിമാരൊക്കെ ഇതിനു വേണ്ടി നിലകൊള്ളുന്ന ആളുകളാണ്. മന്ത്രിമാർ അവരുടെ പാർട്ടിയുടെ ഇൻട്രസ്റ്റ് കൂടി നോക്കിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇവരൊക്കെ പറയുന്ന കേട്ടാൽ തോന്നും ഈ കേരളത്തിലേക്ക് വിദേശികൾ വരുന്നത് വെള്ളമടിക്കാൻ വേണ്ടി മാത്രമാണെന്ന്. വെള്ളമടിക്കാനായിട്ടാണോ ഇവരെല്ലാം വരുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കാം, ഓരോ വിദേശിയും എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ അവരുടെ പാസ്പോർട്ട് കാണിച്ചാൽ അതിനകത്തുള്ള ഫോറിൻ ലിക്കർ ഡ്യൂട്ടി ഫ്രീ പെയ്ഡ് ഷാപ്പിൽ നിന്ന് ആവശ്യമുള്ള ലിക്കർ അവർക്ക് കിട്ടും. നമ്പർ 1, കേരളത്തിൽ മദ്യനിരോധനം വന്നിട്ടില്ല. ഈ ടൂറിസ്റ്റുകളൊക്കെ സഞ്ചരിക്കുന്ന വാഹനങ്ങളിലാണ്. ആ വാഹനങ്ങൾ പോയി കഴിഞ്ഞാൽ അവരവരുടെ ഡ്രൈവറുടെ കയ്യിൽ പൈസ കൊടുത്ത്, അല്ലെങ്കിൽ അവരുടെ ഗൈഡിൻ്റെ കയ്യിൽ പൈസ കൊടുത്ത് ബീവറേജ് ഔട്ട്ലെറ്റിൽ നിന്ന് അവർ മദ്യം വാങ്ങുന്നുണ്ട്. അപ്പം മാത്രമല്ല, ഇവിടെ ഒരു കോൺഫറൻസ് നടന്നാൽ ആ കോൺഫറൻസിൽ മദ്യം സെർവ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അതിന് പെർമിറ്റ് കിട്ടും. ആ പെർമിറ്റ് വാങ്ങിച്ച് മദ്യം വാങ്ങിച്ച് അവിടെ വിളമ്പാൻ പറ്റും. അപ്പോൾ ഇവിടെ ടൂറിസം നശിക്കുന്നു, ടൂറിസം തകരുന്നു. ഈ മുറവിളിയൊക്കെ കേരളത്തിലെ മദ്യ രാജാക്കന്മാർക്ക് വേണ്ടി. ശരി, ശ്രീ കടകംപള്ളി, ആ മറുപടിക്ക് ശേഷം, ഇതിനുള്ള മറുപടിക്ക് ശേഷം ഞങ്ങൾക്ക് ഈ ചർച്ചയിൽ നിന്ന് പിരിയാം. എന്നോടാണോ? അതെ സാർ, ഞാൻ ഇതിനൊന്നും മറുപടി പറയാനാവല്ല. ഉണ്ണിത്താനല്ലേ മറുഭാഗം? അതെ. ഉണ്ണിത്താനൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല. ഉണ്ണിത്താൻ നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്കറിയാൻ, മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാനിതിനൊന്നും മറുപടി പറയുന്നില്ല. നന്ദി ശ്രീ കടകംപള്ളി പ്രതികരിച്ചതിന്. ശ്രീ നജീബ്, താങ്കളാണല്ലോ ഈ ടൂറിസം മേഖലയുടെ ഒരു പ്രതിനിധിയായി ചർച്ചയിൽ പങ്കെടുക്കുന്നത്.
ആകെ അങ്ങ് തകർന്നങ്ങ് പോയോ ഒറ്റ വിധി വന്നതോടെ? അല്ല, അങ്ങനെയല്ല. നമ്മളതിനകത്ത് ഇപ്പം ഞാനൊരു മദ്യവ്യവസായം പ്രൊമോട്ട് ചെയ്ത ഒരാളെ അല്ല, പേഴ്സണലായിട്ടും അല്ല, അല്ലാതെയല്ല. പക്ഷേ നമ്മൾ കാണേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോൾ സമൂഹത്തിൽ ഒരു വലിയ ഇഷ്യൂ സുപ്രീം കോടതി അഡ്രസ്സ് ചെയ്തിരിക്കുകയാണ്. നേരത്തെ ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്തു, രാഷ്ട്രീയ പാർട്ടികൾ അഡ്രസ്സ് ചെയ്തു. അതെല്ലാം വസ്തുതകളാണ്. പക്ഷേ ഞാൻ പറയുന്നത് പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന ഒരു ഹാസൽ ഫ്രീ ഹോളിഡേക്ക് വേണ്ടിയാണ്. കേരളത്തിലേക്ക് വരുമ്പം കേരളത്തിൻ്റെ പ്രധാനമായിട്ടും അവർ വരുന്നത് കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി കാണാനും കേരളത്തിൻ്റെ മറ്റ് ആസ്വാദക കാര്യങ്ങൾ ആസ്വദിക്കാനും വേണ്ടിയൊക്കെയാണ്. പക്ഷേ അതേസമയം തന്നെ വൈകുന്നേരം അവർ താമസിക്കുന്ന ഹോട്ടലിൽ അവർക്കൊരു ഈ ഒരു ഫെസിലിറ്റി ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടാകണം എന്ന ആഗ്രഹമുള്ള വരുന്ന ടൂറിസ്റ്റുകൾ ഒരു 70% ആൾക്കാർ. ഒരു 25%ഓ 30% ആൾക്കാർ അങ്ങനെ ഒരു ഫെസിലിറ്റിക്ക് വേണ്ടി വരുന്നവരെയല്ല. അപ്പോൾ ആ ഒരു ഫെസിലിറ്റി ഇല്ലെങ്കിൽ അവർക്കൊരു നിരാശയുണ്ടാകും. അല്ല, അത് പറഞ്ഞു, അത് ശരിയാണ്. രാജ്ഭവൻ പറഞ്ഞത് ശരിയാണ്. രാജ്ഭവൻ ഉണ്ണിത്താൻ പറഞ്ഞത് ശരിയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോൺഫറൻസ് ആണെങ്കിൽ കോൺഫറൻസിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ലൈസൻസ് എടുക്കാം, അതിനുവേണ്ടി പൈസ അടയ്ക്കാം. ആ കോൺഫറൻസ് നടത്തുന്നതിനുള്ള സെപ്പറേറ്റ് ലൈസൻസിങ് സമ്പ്രദായം നിലവിലുണ്ട്. ഈ നേരത്തെ ഉണ്ടായിരുന്ന ഈ മദ്യനിരോധനമായിട്ട് ഉണ്ടായ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ടൂറിസം മേഖല ആക്ച്വലി സർവൈവ് ചെയ്തത് അങ്ങനെ ഒരു ടെമ്പററി ലൈസൻസ് ഫെസിലിറ്റി ഉള്ളത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് കുറേയെങ്കിലും കോൺഫറൻസുകൾ കേരളത്തിൽ പിടിച്ചു നിർത്താൻ കഴിയും. ധാരാളം കോൺഫറൻസുകൾ കേരളത്തിൽ നഷ്ടപ്പെട്ടു. കാര്യം നമ്മുടെ ഈ ടൂറിസം മേഖലയുമായി സംബന്ധിച്ച് ചില കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം കോൺഫറൻസുകൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഗ്രോത്ത് തന്നെ ഒരു 15 to 20% ഗ്രോത്ത് നമ്മുടെ അറൈവൽസിൽ കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഗവൺമെൻറ് പബ്ലിഷ് ചെയ്ത കണക്കിനകത്ത്. ശ്രീ നജീബ്, ഇത് നമ്മളെ ആവശ്യമില്ലാത്ത പരിഭ്രാന്തി ഉണ്ടാക്കുകയാണെന്ന് തോന്നിക്കുന്നതിൻ്റെ കാരണം പറയാം. ഇപ്പോൾ നോട്ട് നിരോധനം ഒരുപാട് കുഴപ്പങ്ങളുണ്ടാകും, ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടപ്പെടും, ഒരുപാട് പേർക്ക് പ്രതിസന്ധി ഉണ്ടാകും എന്ന് പറയുകയുണ്ടായി. അതിൻ്റെ കണക്കുകൾ എന്തായാലും ഇതുവരെ ലഭ്യമല്ല. ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഉണ്ടാക്കിയ പരിഭ്രാന്തിയെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ജീവിക്കുന്ന തെളിവുകൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നില്ല. അതുപോലെ തന്നെയാണ് ഇവരുടെ സർക്കാർ ഈ പറയുന്ന മദ്യനയം നടപ്പാക്കിയ ഘട്ടത്തിൽ പറയുകയുണ്ടായി എല്ലാവരും ആത്മഹത്യ ചെയ്യും, വലിയ തൊഴിൽ നഷ്ടം വരും. അങ്ങനെയും ഉണ്ടായി കണ്ടില്ല. അപ്പോൾ പിന്നെ ബിയർ വൈൻ പാർലറുകൾ സമാന്തരമായി തുടങ്ങിയതുകൊണ്ടാണ് തൊഴിൽ നഷ്ടമില്ലാതെ നോക്കിയത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. അന്ന് തൊഴിലാളികൾ പറഞ്ഞുകൊണ്ടിരുന്ന ഇവിടുത്തെ ചിലവല്ല അവിടെ ഉണ്ടാവുക, ഇവിടെ കിട്ടുന്നതല്ല അവിടെ കിട്ടുക, അല്ലെങ്കിൽ അത്തരം അബ്കാരികൾ വന്ന ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞത് അതുവഴി ഞങ്ങളുടെ നഷ്ടം പരിഹരിക്കാൻ കഴിയില്ല, ഞങ്ങൾ സർക്കാരിനെ വിശ്വസിച്ച് മുതൽ മുടക്കി, ഇപ്പോൾ ഞങ്ങൾ കടക്കണിയിലായി. ഇങ്ങനെ 100,000 കാര്യങ്ങൾ പറയും. ഇതൊന്നുമല്ല പക്ഷേ പച്ച പരമാർത്ഥമെന്ന് നമ്മുടെ മുന്നിലെ ദൈനംദിന യാഥാർത്ഥ്യം കാണിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ശ്രീ നജീബ് അടക്കമുള്ളവർ പറയുന്നത് വിശ്വാസയോഗ്യമല്ല. അങ്ങനെയല്ല. ഞാനങ്ങനെ ഇതിപ്പോൾ ഇല്ലെങ്കിൽ ടൂറിസം മേഖല തകർന്നു പോകുന്നതല്ല പറയും. ടൂറിസം മേഖലയ്ക്ക് ഇപ്പോൾ ഇന്ത്യയിൽ മൊത്തം ഈ സംഭവം ഉണ്ടായതുകൊണ്ട് ഇന്ത്യയിൽ മൊത്തമായിട്ട് എഫക്റ്റ് ചെയ്യണം, കേരളത്തിൽ മാത്രമായിട്ട് എഫക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്താ പറഞ്ഞാൽ ഇന്ത്യയിൽ മൊത്തം ബാധിക്കുന്നൊരു വിധിയാണ് വന്നേക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തെ ബാധിക്കുന്നതിന് മുമ്പായിട്ട് അതിനേക്കാൾ കൂടുതലായിട്ട് ഗോവയെ എഫക്റ്റ് ചെയ്യും. കാര്യം ഗോവയുടെ ഒരു മേജർ വരുമാനം ടൂറിസം മേഖലയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ കേരളത്തിൻ്റെ GDPയുടെ 10% ഈ ടൂറിസം മേഖലയിൽ നിന്നുള്ള വരുമാനം, മദ്യവ്യവസായത്തിലുള്ളതല്ല. ടൂറിസം മേഖലയിൽ നിന്ന് 25,000 കോടി രൂപയുടെ വരുമാനമുള്ളത്. അതിനകത്ത് ഒരു ചെറിയ പോർഷനായിരിക്കും ഈ മദ്യവുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ ആ മേഖലയിൽ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഗവൺമെൻറ് ആലോചിക്കണം, നടപ്പിലാക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ സ്വകാര്യ മേഖലയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സാണ് ടൂറിസം മേഖലയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ സ്വകാര്യ മേഖലയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലോൺ എടുത്തും അല്ലാതെ ചെയ്യുന്നു. അപ്പോൾ അവർക്കൊരു വരുമാന നഷ്ടം ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ തിരിച്ചടവ് തുടങ്ങിയ കാര്യങ്ങൾ സ്വയം വരുത്തി വെച്ച വിനയാണെന്ന് എന്തുകൊണ്ട് നിങ്ങളിത് സമ്മതിക്കുന്നില്ല? 2004 ഇത് വന്നു, 2007 മുതൽ ഇത് നടപ്പാക്കണമെന്ന് പറയുന്നു. എല്ലാവരും കൂടെ ചേർന്നത് പൊളിക്കാൻ നോക്കി. നാഷണൽ ഹൈവേയിലെ ഉള്ള നിൽപ്പുണ്ടല്ലോ, അതിന്റെ ആനുകൂല്യം മുഴുവൻ അനുഭവിച്ചിട്ട് ഇപ്പൊ ഉന്നത നീതിപീഠം ഒരു ഉത്തരവ് പറയുമ്പോൾ ഞങ്ങൾ മഹാകഷ്ടത്തിലായി. അത് ടൂറിസം മേഖലയുമായിട്ട് അതിന് യാതൊരു ബന്ധമില്ല. ഗതാഗത വകുപ്പിന്റെ നിർദ്ദേശം സംസ്ഥാന സർക്കാരുകൾ അവഗണിച്ചുവെങ്കിൽ അതിന് അവർക്ക് ബഹുമാനപ്പെട്ട നജീബ് ടൂറിസം മേഖലയ്ക്ക് ഞാൻ ഒറ്റ കാര്യം പറയാം. ഈ മദ്യം അങ്ങ് മാറ്റിവെക്കുക. ഈ നമ്മുടെ കേരളത്തിലെ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യാൻ ഈ ഗവൺമെന്റ് എന്താ ചെയ്യുന്നത്? നമ്മുടെ ടൂറിസം സെന്റേഴ്സ് വേഗം ഒരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.